ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ക്രിയേറ്റിംഗ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കി, എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വെബ് പേജിൽ കണ്ടൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും സ്ക്രിപ്റ്റ് ടാഗ് എന്താണെന്നും ലാംഗ്വേജ് അട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഫങ്ഷൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ നമ്മൾ +1 പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുക. ആ ഫങ്ഷൻസിനെ എപ്പോഴാണ് കോൾ ചെയ്യുക, അപ്പോഴായിരിക്കും ആ ഫങ്ഷൻ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫങ്ഷൻ പ്രിൻറ്റ് എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് document.write വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫങ്ഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡിനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് പ്രിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫങ്ഷൻ നെയിമാണ്. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ യൂസ് ചെയ്യാം. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫങ്ഷൻ്റെ പേരുകൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് ഫങ്ഷൻ്റെ പേരാണ്. ഇനി പ്രിൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ് ആ പ്രിൻറ്റ് ചെയ്യുന്നത്, document.write വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. ആ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റിനെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇനി എപ്പോഴാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റുക? ഇങ്ങനെ വെറുതെ ഈ ഒരു ഫങ്ഷൻ എഴുതിയോണ്ട് മാത്രം നമുക്ക് ഈ ഒരു മെസ്സേജിനെ കാണാൻ പറ്റില്ല. എപ്പോഴാണ് കാണാൻ പറ്റുക? പ്രിൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷനെ കോൾ ചെയ്യണം. ഇവിടെ താഴെ പ്രിൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റ് ആ പാരാന്തസിസ് ഇട്ടു സെമിക്കോളൻ, ഇങ്ങനെ വിളിച്ചാലാണ് പ്രിൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ വെബ് പേജ് കണ്ടെയ്നിങ് പ്രിൻറ്റ് ഫങ്ഷൻ. അങ്ങനെ HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഹെഡ് ക്ലോസ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷം സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ പ്രിൻറ്റ്, എന്നിട്ട് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ document.write വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഹെഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡിയിൽ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ബ്രൗസർ വിൻഡോയിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു മെസ്സേജിനെ കാണാനായിട്ട് പറ്റില്ല. കാരണം തെറ്റൊന്നുമില്ല, ഈ സ്ക്രിപ്റ്റിനെ നമുക്ക് ബോഡി ടാഗിലോ ഹെഡിൻ്റെ ഉള്ളിലോ എവിടെ വേണമെങ്കിലും എഴുതാം. അതാണ് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ പ്രത്യേകത. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ബോഡിയിൽ എഴുതിയാലും വർക്ക് ചെയ്യും. പക്ഷേ ഹെഡിൽ ഈ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ആ ഫങ്ഷനെ എവിടെയും കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ബോഡിയുടെ ഉള്ളിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ നമുക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ടൊന്നും ഒന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ താഴെ എങ്ങനെ ഇതിനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗർ 6.3 അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ട് സ്ക്രിപ്റ്റ് ടാഗ് എഴുതി, ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എഴുതി, പ്രിൻറ്റ് ഫങ്ഷനെ കോൾ ചെയ്തു. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പ്രിൻറ്റ് ഫങ്ഷൻ്റെ പേര് പാരാന്തസിസ് ഇടുക, സെമിക്കോളൻ ഇടുക, ഇങ്ങനെയാണ് ആ ഒരു ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മെസ്സേജിനെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഫിഗർ 6.3 അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ്റെ ഒരു സിൻടാക്സ് എന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ട്. എന്താണ് സിൻടാക്സ്? ഫങ്ഷൻ നെയിം, ആ പാരാന്തസിസ് ഇടുക, കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇടുക, സെമിക്കോളൻ ഇടുക, അതിനുശേഷം കേർലി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻ ഹെഡറും ഫങ്ഷൻ ബോഡിയാണ്. +1 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം.
ഈ ഫംഗ്ഷൻ്റെ മുകളിലുള്ള ഭാഗം, ആ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുക. അതുപോലെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതുന്നു അതാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇവിടെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ഫംഗ്ഷൻ പ്രിൻറ്റ്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റിന് എഴുതി പ്രിൻറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡിയും ക്ലോസ് ചെയ്തു. ഇങ്ങനെ എഴുതിയാലും നമ്മളുടെ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് വെബ് പേജിൽ കാണാനായിട്ട് പറ്റും. കാരണം സ്ക്രിപ്റ്റ് ടാഗ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ കോളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെസ്സേജിനെ കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ താഴെ വേറൊരു സെക്ഷൻ തന്നിട്ടുണ്ട്. ബോഡിയിൽ സ്ക്രിപ്റ്റ് എഴുതുകയാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അതിനുശേഷം ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ പ്രിൻറ്റ്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. അതിനുശേഷം സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. പക്ഷേ ഈ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് കാണിച്ചിട്ടില്ല, ഒന്നും തന്നെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. കാരണം ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാം HTML പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എഴുതാം, ബോഡി ടാഗിൽ എഴുതാം, ഹെഡ് സെക്ഷനിൽ എഴുതാം, എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷെ കൂടുതലും നല്ലത് ഹെഡ് സെക്ഷനിൽ എഴുതുന്നതാണ്. പിന്നെ ഇവിടെ ഫിഗർ 6.4 വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്താ ഉണ്ടാവുക, എങ്ങനെ വേണം എഴുതാൻ? പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് 2 പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് 2 പ്രാവശ്യം വർക്ക് ചെയ്ത് നമുക്ക് ആ 2 മെസ്സേജും കാണിച്ചു തരും. ഇവിടെ എഴുതിയിട്ടുണ്ട് ബോഡി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് പ്രിൻ്റ്, എന്നിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് 6.4 ഫിഗറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഈ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഡോട്ട് ഇങ്ങനെ വന്നത് അടിയിലായിട്ട് വരണം. ആദ്യം വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് വന്നു, അതിന് ശേഷം വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനിൽ വരണം എന്നുണ്ടെങ്കിൽ BR ടാഗ് യൂസ് ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുണ്ട് ബോഡി വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്, BR വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്, എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്യാം. ഇങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റിനെ 2 ലൈൻസിലായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ പ്രിൻറ്റ്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജിൻ്റെ കൂടെ തന്നെ BR ടാഗ് കൂടെ കൊടുക്കുകയാണെങ്കിലും 2 പ്രാവശ്യം കോൾ ചെയ്താലും അതിൻ്റെ കണ്ടൻറ്റ് താഴെയാണ് വരുള്ളൂ.